രാജ്യത്ത് വളരെ വലിയ ആഘോഷത്തോടു കൂടിയും അരുണ റോയിയെ പോലെയുള്ള വലിയ സാമൂഹ്യ പ്രവർത്തകരുടെയും സോഷ്യൽ ആക്ടിവിസ്റ്റുകളുടെയും ഒക്കെ സമ്മർദ്ദത്തിൻ്റെയും പഠനങ്ങളുടെയും ഒക്കെ ഫലമായിട്ടാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി വന്നത്. അണ്ണാ ഹസാരയുടെ മൂവ്മെൻ്റ് ഉണ്ട് രാജ്യത്ത്. ഡോക്ടർ രാജേന്ദ്ര സിംഗിനെ പോലെയുള്ളവർ, മാക്സാസെ അവാർഡ് വിന്നർ ഡോക്ടർ രാജേന്ദ്ര സിംഗിനെ പോലെയുള്ളവരുടെ ജലസംരക്ഷണ പ്രവർത്തനങ്ങളുണ്ട്. അങ്ങനെ നിരവധി വടക്കേ ഇന്ത്യയിലെ വിവിധ ഗ്രാമങ്ങളിൽ നടന്ന നിരവധി സമരങ്ങളുടെയും മുന്നേറ്റങ്ങളുടെയൊക്കെ ഫലമായിട്ടാണ് തൊഴിൽ ഒരു അവകാശമാണ് എന്നുള്ള നിലയിൽ രാജ്യത്തെ ആളുകൾക്ക് തൊഴിൽ കൊടുക്കണം എന്നുള്ള ഒരു സങ്കല്പത്തിൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി വന്നത്. 100 ദിവസം തൊഴിൽ കൊടുക്കണം. തൊഴിൽ ആവശ്യപ്പെട്ട് 15 ദിവസത്തിനകത്ത് തൊഴിൽ കൊടുത്തില്ലെങ്കിൽ തൊഴിലില്ലായ്മ വേതനം കൊടുക്കണം. അങ്ങനെ വളരെ വലിയ, അതുപോലെ ജോലി ചെയ്തു കഴിഞ്ഞാൽ 15 ദിവസത്തിനകത്ത് അവർക്ക് കൂലി കിട്ടണം. പിന്നെ പരിസ്ഥിതി സംരക്ഷണം, അസറ്റിൻ്റെ ക്രിയേഷനുകൾ, വ്യത്യസ്ത ആസ്തികൾ ഉണ്ടാക്കൽ, ജോയിൻ്റ് ലയബിലിറ്റി ഗ്രൂപ്പ് പോലുള്ള കാര്യങ്ങൾ. അങ്ങനെ വളരെ മനോഹരമായ രീതിയിലുള്ള ഒരു പദ്ധതിയാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. കോടാനുകോടി ആളുകൾ അതിനകത്ത് പണിയെടുക്കുകയും ചെയ്യുന്നു. ഇന്ത്യയിൽ നിരവധി പ്രവർത്തനങ്ങൾ മാതൃകാപരമായി നടന്നിട്ടുണ്ട്. കേരളത്തിലും കുറേയധികം പ്രവർത്തനങ്ങൾ നടന്നു. അത് നടന്നു വരുമ്പോഴാണ് ചില പ്രതിസന്ധികളും പ്രശ്നങ്ങളും ചില കള്ളത്തരങ്ങളുമൊക്കെ എല്ലാ ഭാഗത്തുനിന്നും, അത് കേരളത്തിൽ മാത്രമല്ല പലയിടത്തുനിന്നും കണ്ടുപിടിച്ചതിന് ശേഷം പിന്നെ പലപ്പോഴും അതിന് കർശനമാവുകയായി, പിന്നെ ടാഗായി, പിന്നെ ഫോട്ടോ എടുപ്പലായി, ബഞ്ചിങ്ങായി, പിന്നെ ഒരുപാട് കാര്യങ്ങൾ വീണ്ടും വന്നു. അതെല്ലാം അതിൻ്റെ ഒരു പദ്ധതിയുടെ നടത്തിപ്പിനായി പദ്ധതി മോണിറ്റർ ചെയ്ത് പോകുമ്പോൾ പല കാര്യങ്ങളും ചെയ്യേണ്ടി വരും. അതവിടെ നിൽക്കട്ടെ. ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് 2 കാര്യങ്ങൾക്കാണ്. ഒന്ന്, തൊഴിലുറപ്പ് പദ്ധതിയിൽ 2 പ്രശ്നങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ. ഒന്ന്, തൊഴിലുറപ്പിൻ്റെ ഓംബുഡ്സ്മാനിൽ ആളുകളെ പോസ്റ്റ് ചെയ്യുന്നതുമായിട്ടുള്ള ചില ക്രമക്കേടുകൾ വലിയ വാർത്തയായി വന്നുകൊണ്ടിരിക്കുന്നു. അത് പത്രപരസ്യം ചെയ്തതും അതുപോലെ തന്നെ അതിൻ്റെ ആപ്ലിക്കേഷൻ വാങ്ങിയതും ഒക്കെ സംബന്ധിച്ചും അത് പ്രോസസ്സ് ചെയ്തതിനെക്കുറിച്ചുമൊക്കെ വലിയ പരാതിയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതിനേക്കാൾ വലിയൊരു പ്രതിസന്ധിയാണ് തൊഴിലുറപ്പിൽ വന്നുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാന മിഷനിൽ നിന്ന് അതിൻ്റെ ഡയറക്ഷൻ താഴേക്ക് പോയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. മൊത്തം അടങ്കൽ തുകയുടെ, ഒരു വർഷത്തെ അടങ്കൽ തുകയുടെ, ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത, ഇത് അടങ്കൽ തുകയെന്ന് പറയാൻ കഴിയില്ല, ഡിമാൻഡ് ബേസ്ഡ് ആണ് ഈ പദ്ധതി. താഴെ തലങ്ങളിൽ നിന്ന് എത്ര രൂപയ്ക്ക് വേണമോ പ്രോജക്റ്റുകൾ കയറ്റിവിടാം. വാർഷിക പദ്ധതി കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പ്രോജക്റ്റ് റിവൈസ് ചെയ്യാം, പുതിയ പദ്ധതികൾ കൊടുക്കാം. അങ്ങനെ എത്ര രൂപയ്ക്ക് വേണോ, എത്ര കോടി രൂപയ്ക്ക് വേണോ താഴെത്തട്ടിൽ നിന്ന് ഡിമാൻഡ് അനുസരിച്ച് പദ്ധതി കൊടുക്കാൻ കഴിയും എന്നുള്ളൊരു ഗുണമുണ്ട്. സാധാരണ പദ്ധതികൾ, സ്കീമുകൾ അങ്ങനെയല്ല. മുകളിൽ നിന്ന് പലം ബഡ്ജറ്റിൽ വയ്ക്കും, ആ ബഡ്ജറ്റിൽ നിന്ന് പണം അനുവദിച്ചു കഴിയുമ്പോൾ അതിനകത്ത് നിർത്തിക്കൊണ്ട് ഒരു പ്രപ്പോസൽ തയ്യാറാക്കി കൊടുക്കും. ഇവിടെ അങ്ങനെയല്ല, പ്രപ്പോസൽ ബേസ്ഡ് ആണ്. അല്ലെങ്കിൽ പ്രപ്പോസലുകൾ മുകളിലോട്ട് പോകുന്നതിനനുസരിച്ചാണ് പണം കിട്ടുന്നത്. അപ്പോൾ എത്ര നല്ല ഭാവനാപൂർണ്ണമായ പ്രപ്പോസലുകൾ തയ്യാറാക്കി കൊടുത്താൽ അത് നടപ്പിലാക്കാനുള്ള സംവിധാനമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിന് നല്ല പൈസ കിട്ടും. ആ തരത്തിലുള്ളൊരു പദ്ധതിയാണ്. അതുകൊണ്ട് തന്നെ പല സംസ്ഥാനങ്ങളും പിന്നെ കേരളത്തിലെ പല പ്രദേശങ്ങളും ഇത് നന്നായി പ്രയോജനപ്പെടുത്തുന്നുണ്ട്. പക്ഷെ പ്രധാന ഒരു പ്രശ്നം, 5% തുകയിൽ കൂടാൻ പാടില്ല അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ്. ഈ 5%-നകത്ത് നിർത്തിയിട്ടാണ് പരിശീലനം, അതുപോലെ തന്നെ മറ്റേ ആളുകളുടെ ശമ്പളം, ഇങ്ങനെ കുറേ പ്രശ്നങ്ങളുള്ളത്. ഓരോ പഞ്ചായത്ത് എടുത്തു കഴിഞ്ഞാൽ എഞ്ചിനീയറും ഓവർസിയർമാരും അസിസ്റ്റൻറ്റ് എഞ്ചിനീയർമാരും 3 അക്കൗണ്ടൻറ്റ് കം ക്യാഷ്യർ കം ക്ലർക്ക് എന്നൊക്കെ പറഞ്ഞിട്ടും 2-3 പോസ്റ്റുകളുണ്ട്. അങ്ങനെ 5-6 പേരുള്ളൊരു സംവിധാനമാണ് ഇതുള്ളത്. അപ്പോൾ ഒരു എഞ്ചിനീയറായി, അസിസ്റ്റൻറ്റ് എഞ്ചിനീയർമാരായി ചില പഞ്ചായത്തിൽ 1 ഉണ്ട്, ചിലയിടത്ത് 2 ഉണ്ട്, ചിലയിടത്ത് 3 ഉണ്ട്. പിന്നെ ഈ അക്കൗണ്ടൻറ്റ് കം കമ്പ്യൂട്ടർ അസിസ്റ്റൻ്റ് എന്നുള്ള കൺസെപ്റ്റിൽ അതും ചില പഞ്ചായത്തുകളിൽ 2-3 ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ 5%-ൽ കൂടുതൽ തുക അധികരിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ സ്റ്റാഫിനെ കുറയ്ക്കണം എന്നൊരു സന്ദേശം പോയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ് ഇത് കുറച്ചുകൂടി ലീനിയൻ്റായിട്ട് നിലപാടെടുക്കേണ്ടതാണ്. അതൊരു 6%-ഓ 7%-ഓ ആക്കി കൊടുക്കേണ്ടതാണ്. അങ്ങനെ 6-7% ആക്കിയാൽ നിലവിലുള്ള സ്റ്റാഫിനെ നിലനിർത്താൻ പറ്റും. പക്ഷേ അത് നിർഭാഗ്യവശാൽ അത് നടക്കുന്നില്ല. മാത്രമല്ല, ഇതിൻ്റെ ഫണ്ട് ഫ്ലോ കേന്ദ്രം പലപ്പോഴും പല കാരണങ്ങളാൽ പല നിയമവശങ്ങളൊക്കെ പിടിച്ചിട്ട് പറയുന്നു. അതുപോലെ തന്നെ പൊതുസ്ഥലം, കോമൺ ലാൻഡ് ആൻഡ് വേസ്റ്റ് ലാൻഡ് എന്നൊക്കെ പറഞ്ഞുള്ള ചില കൺസെപ്റ്റുകൾ കൊണ്ടുവരുന്നു. അങ്ങനെ വേസ്റ്റ് ലാൻഡ് കൺസെപ്റ്റ് കൊണ്ടുവരുമ്പോൾ കേരളത്തിൽ അത് കൂടുതൽ പ്രായോഗികമല്ല. കാരണം തരിശുഭൂമി വളരെ കുറവുള്ളൊരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ തൊഴിലാളികൾക്ക് തൊഴിൽ കിട്ടുന്നതിനും ചില പ്രായോഗിക ബുദ്ധിമുട്ടുകൾ വരുന്നു.
അവർ മറ്റുള്ളവരുടെ വീട്ടിൽ പോയി ഈ കരം തീർത്ത റെസിപ്റ്റും മറ്റു കാര്യങ്ങളൊക്കെ വാങ്ങി കൊണ്ടുവന്ന് പഞ്ചായത്തിൽ കൊടുത്താൽ മാത്രമേ തൊഴിൽ കിട്ടുന്നുള്ളൂ. അങ്ങനെയുള്ള ചില പ്രായോഗിക പ്രശ്നങ്ങൾ ഇതിനകത്ത് വരുന്നത്. അതുപോലെ ലാൻഡ് ഡെവലപ്മെൻറ്റ് വർക്കിനെ സംബന്ധിച്ചും വലിയ ഒരു ആശങ്കയുണ്ട്. ലാൻഡ് ഡെവലപ്മെൻറ്റ് വർക്കുകൾ കുറയ്ക്കണം, വാട്ടർ കൺസർവേഷൻ വർക്കുകൾ കൂട്ടാം എന്നൊക്കെ പറയുന്ന ചില പ്രശ്നമുണ്ട്. ലാൻഡ് ആൻഡ് വാട്ടർ ബയോമാസ് വർക്കുകളെ ഒന്നിച്ചായി കാണുവാനും വാട്ടർഷെഡ് അടിസ്ഥാനത്തിലുള്ള കൺസെപ്റ്റുകൾ മുന്നോട്ട് കൊണ്ടുപോകാനും നീർത്തടാധിഷ്ഠാനം വാട്ടർഷെഡ് ബേസ്ഡ് അല്ലെങ്കിൽ നീർത്തടാധിഷ്ഠിത വികസന പ്ലാനുകൾ ഉണ്ടാക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ സൂക്ഷ്മ മൈക്രോ തല വാട്ടർഷെഡുകളുടെ നീർത്തടങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങൾ എടുത്താൽ ഏത് പ്രവൃത്തിയും ചെയ്യാമെന്നും ഒരിടത്ത് പറയുന്നു. ഇതൊക്കെ സംബന്ധിച്ച് ചില ആശങ്കകളും ആശയക്കുഴപ്പങ്ങളും ഉണ്ട്. അതുകൊണ്ട് തന്നെ ലാൻഡ് ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ് കുറയുന്നത് കൊണ്ട് പഞ്ചായത്തുകളിൽ ജോലി കുറയുന്നുണ്ട്, തൊഴിലുറപ്പിൽ ജോലി കിട്ടുന്നില്ല. ഇപ്പോഴിതാ കൂനിന്മേൽ കുരു പോലെ 5% വിഷയം കൂടി വന്നപ്പോൾ തീർച്ചയായിട്ടും നിരവധി ആളുകൾക്ക് തൊഴിൽ പോകുമോ എന്നൊരു ആശങ്കയുണ്ട്. അങ്ങനെ ആശങ്ക പറയുമ്പോൾ അത് 3 പേർ ഉള്ള ഒരു തസ്തികയിൽ 3 പേരുണ്ടെങ്കിൽ അതിൽ ഒരാളെയോ രണ്ടാളെയോ കുറയ്ക്കുന്നതല്ലേ നല്ലതെന്നുള്ള ചിന്തയിലേക്ക് വന്ന് അക്കൗണ്ടൻറ്റുമാർക്ക് ഒരു ചെറിയ പ്രശ്നം വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അതോ ഇനി എഞ്ചിനീയർമാരെയാണോ? എന്തായാലും പ്രധാന എഞ്ചിനീയറെ പറഞ്ഞു വരാൻ സാധ്യതയില്ല. അസിസ്റ്റൻറ്റ് എഞ്ചിനീയർമാരെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ എണ്ണം കുറയ്ക്കുമോ, അക്കൗണ്ടൻറ്റുമാരുടെ എണ്ണം കുറയ്ക്കുമോ? ഇങ്ങനത്തെ ചില പ്രതിസന്ധികളുണ്ട്. തീർച്ചയായും കേന്ദ്ര ഗവൺമെൻറ് ഇതിനകത്ത് അടിയന്തരമായി ശ്രദ്ധിക്കേണ്ടത് തൊഴിലുറപ്പ് പദ്ധതി വളരെ മഹത്തായ പദ്ധതിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം. അങ്ങനെയാണ് അത് വിഭാവനം ചെയ്തത്. വളരെ മഹത്തായ ഒരു പദ്ധതിയായിട്ടാണ് വിഭാവനം ചെയ്തത്. 100 ദിവസം സാധാരണ ആളുകൾക്ക് തൊഴിൽ ആവശ്യപ്പെടുന്ന 18 വയസ്സ് കഴിഞ്ഞ എത്ര വയസ്സ് വരെ വേണമെങ്കിലും പ്രായമുള്ള ആരോഗ്യമുള്ള ഏതൊരാളിനും സ്ത്രീക്കും പുരുഷനുമൊക്കെ തൊഴിലുറപ്പിൽ പങ്കെടുക്കാം. ഇത് ശമ്പളം വളരെ കുറവായതുകൊണ്ട് ജോലിയുടെ സ്വഭാവമൊക്കെ വെച്ച് സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ ഇതിനകത്ത് വരുന്നത്. പ്രത്യേകിച്ച് പ്രായം കൂടുതലുള്ള സ്ത്രീകളാണ് വരുന്നത്. അപ്പോൾ അവർക്ക് തൊഴിലെടുക്കുന്നതിനും എടുക്കാൻ പറ്റുന്ന പണിക്കുമൊക്കെ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. അതെല്ലാം മനസ്സിലാക്കിയിട്ട് കൂടുതൽ മെറ്റീരിയൽ പ്രൊക്യൂർമെൻറ്റിൻ്റെ ചില നടപടിക്രമങ്ങളിൽ ചില പ്രശ്നങ്ങളുണ്ട്. അത് ആദ്യം ഡീസെൻട്രലൈസ് ചെയ്ത് വാങ്ങിക്കൊണ്ടിരുന്നു. പിന്നെ അത് ബ്ലോക്ക് അടിസ്ഥാനത്തിൽ സെൻട്രലൈസ് ചെയ്തു. വീണ്ടും അതിനകത്ത് അഭിപ്രായം വന്നപ്പോൾ വീണ്ടും ഡീസെൻട്രലൈസ് ചെയ്തു. അങ്ങനെ അതിനകത്തും ചില പ്രശ്നങ്ങൾ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി വെച്ചുകൊണ്ട് പദ്ധതിയെ വളരെ മനോഹരമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ശ്രമമാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സ്വീകരിക്കേണ്ടത്. എന്തായാലും 5% എന്നുള്ള തുക അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് 6%, 7% ആക്കി മാറ്റിയാൽ ഒരു 2% കൂടി കൊടുത്താൽ തീർച്ചയായിട്ടും ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. അപ്പോഴും ഒരു പ്രശ്നം കൂടി പറയുന്നുണ്ട്. ഈ 5% തുകയിൽ വലിയൊരു തുക സംസ്ഥാന ജില്ലാ അടിസ്ഥാനത്തിലേക്കുള്ള പരിശീലനങ്ങൾക്കും മറ്റ് യാത്രാപ്പടിയായും മറ്റ് തരത്തിലേക്ക് ചെലവഴിച്ച് പോകുന്നു എന്നൊരു പരാതിയും ആക്ഷേപവും വരുന്നുണ്ട്. അതുപോലെ തന്നെ ജില്ലാ തലത്തിൽ JPCമാരെയൊക്കെ അവിടെ പോസ്റ്റുകൾ റിട്ടയർ ആയവരുടെയും അല്ലാത്തവരുടെയും പോസ്റ്റുകൾ ധാരാളം ക്രിയേറ്റ് ചെയ്ത് അതിലൊരുപാട് ആളുകൾ ഇരിക്കുന്നത് കൊണ്ട് താഴെത്തട്ടിൽ ഇതിനാവശ്യമായ പണം കിട്ടുന്നില്ല എന്നൊരു പരാതിയും വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഓരോ വിഭാഗം ആളുകൾ അവരെ ബാധിക്കുമ്പോൾ മറ്റൊരു വിഭാഗത്തിനെ കുറ്റപ്പെടുത്തുന്നതാണ്. ആ നിലയിൽ എടുത്താൽ മതി. നമ്മൾ കാണേണ്ടത് സമഗ്രമായി തൊഴിലുറപ്പ് പദ്ധതിയെ കൃത്യമായി പുനഃക്രമീകരിക്കുന്നതിനുള്ള നടപടികൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചെയ്യണം. അതിൽ വളരെ കൃത്യമായ റോള് കേന്ദ്ര സർക്കാരിനാണുള്ളത്. കാരണം ഇതൊരു കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ്. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ വളരെ കൃത്യമായി ഈ പദ്ധതികളിൽ ആവശ്യമായ പരിഷ്കാരവും 5% എന്നുള്ളത് 7% കൊടുക്കുകയും ചെയ്യും എന്ന് 7-8% കൊടുക്കുകയും ചെയ്യുമെന്ന് നമുക്ക് കരുതാം.